ദൃശ്യം 3 ഈ സിനിമ കണ്ടതിന് ശേഷം നമ്മളൊരു റിവ്യൂ ഇട്ടു. നമ്മൾ റിവ്യൂ ഇടുമ്പോൾ ഒരു ത്രില്ലർ സിനിമയാണല്ലോ. ബാക്കിയുള്ള സിനിമകൾ ചിലപ്പോൾ റിവ്യൂ നമുക്ക് ഒരു 20% തെറ്റാം, 80% ആക്യുറസി ഒക്കെ വരാം. ഈ സിനിമ കണ്ടപ്പോൾ നമുക്ക് ത്രില്ലർ സിനിമയെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ഇപ്പോൾ CBI 5 ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു ഏറ്റവും മോശം പടം നമുക്ക് ഫീൽ ചെയ്തു. അന്ന് പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, ദൃശ്യം 3 ഇറങ്ങിയ ദിവസം തന്നെ ആദ്യത്തെ ഫാൻ ഷോ കണ്ടപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു വളരെ മോശം, ഒരു സീരിയൽ പോലെ എടുത്തു വെച്ചേക്കുന്നത് മാത്രമല്ല, ഇത് OTT വരുമ്പോൾ ട്രോൾ മഴയായിരിക്കും, ട്വിസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയ ട്വിസ്റ്റ്, ഇത് ഈ പാർട്ടിൻ്റെ ആവശ്യം പോലും ഇല്ല, പാർട്ട് 4 ചെയ്യാതിരിക്കുന്നതായിരിക്കും ജിത്തു ജോസഫിനും മോഹൻലാലിനും നല്ലത്. കാരണം മോഹൻലാലിൻ്റെ അദ്ദേഹത്തിൻ്റെ കരിയർ, പിന്നെ ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ പാർട്ട് 4 ചെയ്യാം. ഈ ട്രോൾ മഴയിൽ നിന്ന് വന്ന് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഭയങ്കര പൂരത്തെറിയായിരുന്നു എല്ലാവരും. ഈ ട്രോൾ മഴ, എവിടെ ട്രോൾ മഴ? അന്നേരം ടെലിഗ്രാം നിരോധിച്ചേക്കുന്ന സമയമായിരുന്നു ഒരാഴ്ച. അന്നേരം പോലും ട്രോളിൻ്റെ, ഇപ്പം എനിക്ക് തോന്നുന്നു യൂട്യൂബും സോഷ്യൽ മീഡിയയും തുറന്നാൽ ട്രോൾ കൊണ്ടുള്ള വീഡിയോസേ ഉള്ളൂ. ഇനിയും വീഡിയോസ് ചെയ്യാൻ ആരുമില്ല. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ തിരുവനന്തപുരംകാരൻ നമ്മുടെ യൂട്യൂബർ, പുള്ളി അടിപൊളി ഒരു വീഡിയോ ചെയ്തേക്കുന്നു. എന്തും വേണ്ടി കാര്യങ്ങളാണ് പുള്ളി ഇതിനകത്ത് എടുത്തെടുത്ത് പറഞ്ഞേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ സിനിമ പക്കാ ബിസിനസ് ആസ്പെക്റ്റിന് വേണ്ടി മാത്രം, ഒരു ശരിയാണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്, 200 ചില്ലുവാനും കോടി, ബിസിനസ്സിന് വേണ്ടി മാത്രം എടുത്തല്ലാതെ ഒരു സെൻസിബിലിറ്റിയോ ഒന്നുമില്ലാത്തൊരു സ്ക്രിപ്റ്റും വളരെ മോശമായ ക്യാരക്ടറൈസേഷനും എല്ലാം വളരെ മോശം. ഈ സിനിമ ഓരോ ദിവസവും കഴിയുമ്പോൾ ട്രോള് കൂടുന്നേ ഉള്ളൂ, തീരുന്നില്ല. എനിക്കൊന്ന് ചരിത്രത്തിലെ മലയാളത്തിലെ ഏറ്റവും ട്രോളിയ സിനിമ, ഒരുപക്ഷെ ട്രോൾ നിൽക്കാത്ത സിനിമയും ഇപ്പോൾ ഈ ദൃശ്യം 3 തന്നെ. എനിക്കൊന്നും ബക്കറ്റ് സ്റ്റാർ മുതൽ നമ്മുടെ സഹദേവൻ ഉൾപ്പെടെ എല്ലാവരും ഇതിനകത്ത് ട്രോൾ മെറ്റീരിയൽ, സിദ്ദിഖായാലും ആശശരത്തായാലും എല്ലാവരും ട്രോൾ മെറ്റീരിയൽ അല്ലാതെ പോകുന്ന എനിക്കൊന്നും വലിയ മോഹൻലാൽ മാത്രമേ, മോഹൻലാലിൻ്റെ ക്യാരക്ടർ കൊണ്ട് മാത്രമാണ് കുറച്ചെങ്കിലും ആ സിനിമ ആരെങ്കിലും സഹിച്ചിരുന്ന് കാണുന്നത്. എന്തായാലും ദൃശ്യം 4 എടുക്കുന്നതിന് മുമ്പെങ്കിലും ശരിക്കും ആലോചിച്ച്, ബിസിനസ് മാത്രമല്ല, സിനിമ ആത്യന്തികമായിട്ടൊരു ദൃശ്യം 1 എന്ന് പറയുന്ന ഒരു ക്ലാസിക്കിൻ്റെ പാർട്ടൂടാണ് എന്ന് ആലോചിച്ചിട്ട് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും ഈ പറഞ്ഞ ജിത്തു ജോസഫ്.